ഹായ്, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് വേണോ പൂരി വേണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. എന്തായാലും കൺഫ്യൂഷനിൽ അവസാനം ഞാൻ പൂരി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. പൂരി അങ്ങനെ ഉണ്ടാക്കാറില്ല, മാസത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. എണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ആയതുകൊണ്ട് പൂരിയോട് വലിയ താല്പര്യമില്ല. എങ്കിലും അവസാനം പൂരി വല്ലപ്പോഴുമൊക്കെ നമുക്ക് പൂരി ഉണ്ടാക്കി കഴിക്കാമല്ലോ. പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ കാണിക്കാഞ്ഞത്. ഒരേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും മൈദ മാവും എടുക്കും, പിന്നെ ഒരു 1-1.5 സ്പൂൺ റവയും കൂടി ഇടും. അപ്പോഴും പൂരിക്ക് നല്ല മൊരുമൊരുപ്പ് കിട്ടും. അങ്ങനെയാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. പൂരി നല്ല തിളച്ച എണ്ണയിൽ വേണം ഇടാൻ, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. പിന്നെ കറി ഇതിന് വെച്ച് സാധാരണ മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ വെക്കുന്നത്, പക്ഷേ ഇന്ന് ഞാൻ ഉരുളൻകിഴങ്ങ് ഉള്ളിയും കൂടെ ഒരു കറിയാണ് വെച്ചത്. കൂടുതൽ മസാലയൊന്നും ഇല്ലാത്ത ഉരുളൻകിഴങ്ങും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാള ഉള്ളിയും കൂടി ഇട്ട് ഒരു കറി. അതിനകത്ത് പിന്നെ കൂടുതൽ മസാലയൊന്നും ഇട്ടിട്ടില്ല. അത് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ആ കറി. അത് നമുക്ക് അധികം മസാലയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഈ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമ്മൾ കഴിക്കത്തില്ല ഒരു സൈസ് ഉരുളൻകിഴങ്ങ് കറി, ആ കറിയായിരുന്നു. അതെനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ രാവിലത്തെ പൂരി പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചക്കലത്തേക്ക് എന്താ കറി ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഞങ്ങളുടെ ഒരു ചേച്ചിയാണ്. ചേച്ചി അവിടെ വന്നപ്പം ചേച്ചി ഇനി പറഞ്ഞു ഞാൻ തോരൻ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കായ അരിഞ്ഞ് തരുമായിരുന്നു. പിന്നെ മീൻ എന്തോ കിട്ടിയെന്ന് വെച്ചാൽ നെത്തോലിയും ചാളയും കിട്ടി. അത് രണ്ടും കൂടെ എടുക്കണ്ടെന്ന് വിചാരിച്ച് ചാള 2 വറുക്കാമെന്ന് എടുത്തു. പിന്നെ നെത്തോലി തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് നെത്തോലി എടുത്തതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാരാണ്. മീൻ കണ്ടിക്കുന്ന സമയം അറിഞ്ഞപ്പോൾ വന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഞാൻ മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വന്ന് അതിൻ്റെ തലയൊക്കെ നുള്ളിപ്പറക്കി തിന്നുക നെത്തോലിയുടെ. അങ്ങനെ തോരൻ വെക്കാനുള്ള ചേച്ചി അരിഞ്ഞ് തന്നു. അതുകൊണ്ട് പെട്ടെന്ന് കായങ്ങ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടുവറുത്ത് തോരൻ വെക്കാൻ അറിയാമല്ലോ. ഇത് നല്ല ഒരു പൊട്ട് പോലെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കായ എടുത്ത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അവിയൽ വെക്കാനും നല്ലതാണ്. ഇവിടെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് കായ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് കായൊക്കെ ഉണ്ട്. കടുവറുത്തിട്ട് അതിലേക്ക് നമുക്ക് കായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുളിശ്ശേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കായ്ക്ക് ഇടുന്നതിന് മുമ്പ് ഇത് കടുവറുത്ത് കുറച്ചങ്ങ് പുളിശ്ശേരിയിലോട്ട് ഇടാം, കുറച്ച് നമുക്ക് കായ്ക്കും എടുക്കാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് കടുവറുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. മുളകും കൊച്ചുള്ളി എല്ലാം അരിഞ്ഞിട്ട് കടുവറുത്ത് ഇനി അത് കുറച്ചെടുത്ത് പുളിശ്ശേരിയിലിട്ട് ഒഴിക്കുകയാണ്. ഇത് വീഡിയോ എടുത്തപ്പോൾ എന്തോ അല്പം തകരാറ് വന്നു കേട്ടോ. അതിലുകൊണ്ട് നന്നായിട്ടത് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, ആരും എടുത്തു തരാനൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോയിൽ എന്തോ സ്റ്റാൻഡിൻ്റെ എന്തോ കുഴപ്പം, ചരിഞ്ഞു പോയി എന്തോന്നും അറിയത്തില്ല. കുഴപ്പമില്ല, കാണാം. ഇനി അതിലോട്ട് തോരൻ ഉണ്ടാക്കുകയാണ്. കടുവറുത്തലോട്ട് തന്നെ തോരൻ ഇട്ടങ്ങ് പെട്ടെന്ന് ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിൽ നമുക്ക് സാധാരണ കായൊക്കെ തോരൻ വെച്ചിട്ട് അവസാനം കടുവറുത്തൊഴിക്കുന്നത് അങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാൻ പെട്ടെന്ന് എല്ലാം കൂടെ എളുപ്പം ചെയ്യുകയാണ്. പുളിശ്ശേരിയും വെച്ചു, തോരനും വെച്ചു. പിന്നെന്തുവാ, നെത്തോലി തോരൻ വെച്ചു. പിന്നെ കുറച്ച് നെത്തോലി എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെത്തോലി ഫ്രൈ, പിന്നെ ചാള 2 എടുത്ത് വെച്ചല്ലോ. എനിക്ക് നെത്തോലി ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ചാളയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് 2 ചാള എടുത്ത് വറുത്ത് കൂട്ടാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പോഴത്തെ ചാളയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റേ പണ്ടത്തെ ചാളയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം വന്നിട്ടുള്ള ചാളയ്ക്ക് ഭയങ്കര വിലയാണ്. ഇപ്പം ചാളയ്ക്ക് ഏറ്റവും കൂടുതൽ വില. എങ്കിലും ചാളയ്ക്ക് ഇപ്പോഴത്തെ രുചി നെത്തോലിയേക്കാളൊക്കെ രുചിയുള്ളത് ചാളയ്ക്കായിട്ടാണ് തോന്നുന്നു. കായും ചേനയും കൂടി ഇട്ട് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല വേവുന്ന ചേന ആയിരിക്കണമെന്നേ ഉള്ളൂ. കായും ചേനയും കൂടെ തോരൻ വെക്കാറുണ്ട്. പണ്ട് ഏത്തക്കായും ചേനയും കൂടെ തോരൻ വെക്കും. അതേപോലെ തന്നെ ഏത് കായുടെ കൂടെ ആയാലും മതി, ചേനയും കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റ്. ഇത് പക്ഷേ മാത്രം തോരൻ വെച്ചതാണ് ഇനി ഒരു ദിവസം കായും ചേനയും കൂടെ വെക്കുകയോ അവിയൽ വെക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി. ഇത് തോരൻ വെക്കുന്ന വീഡിയോ ആണ്. അത് കഴിഞ്ഞ്
പിന്നെ നെത്തോലിയുടെ ഫ്രൈയും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നെത്തോലി പിന്നെ ഞാൻ എളുപ്പം പെട്ടെന്ന് തേങ്ങ തിരുമിയിട്ട് പെട്ടെന്ന് അങ്ങ് തോരൻ വെച്ചത്, അത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. ഇത് നെത്തോലി വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 2 ചാളക്കുട്ടന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പരിഞ്ഞിലൊക്കെ ഉള്ള നല്ല ചാളയായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് അതിനകത്ത് ചതച്ചത് ഇട്ടതാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്യുകയാണ്. വീഡിയോയുടെ ഒരു എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ എടുത്തതായിരുന്നു. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. നെത്തോലി വറുക്കുന്നതിലെ കൂടെ തന്നെ ഞാൻ ചാള ഇട്ടു. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. 2ആയിട്ടൊക്കെ ഇട്ട് വറുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്നിച്ച് തന്നെ വറുത്തെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. ഇത് നല്ല നെത്തോലി തോരൻ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു, നല്ല രുചിയുള്ള നെത്തോലിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് ചോറ്, പുളിശ്ശേരി, പിന്നെന്താ നെത്തോലി വറുത്തത്, ചോറ്, പുളിശ്ശേരി, ഞാൻ പുളിശ്ശേരി കഴിക്കുകയാണ്. പിന്നെ തോരന്, നെത്തോലി വറുത്തത്, നെത്തോലി തോരൻ, ഇതെല്ലാം കൂട്ടിയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ഊണ്. എല്ലാം വളരെ രുചികരമായ ഇതായിരുന്നു. ഇനി നാളെ മുതൽ നവരാത്രി തുടങ്ങുകയാണ്. നവരാത്രി 9 ദിവസം മീൻ കൂട്ടാത്ത ഒരു പതിവുണ്ട്. ഇനി ഇപ്രാവശ്യം അവസാനത്തെ 3 ദിവസം എടുത്താൽ മതിയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നോക്കട്ടെ, നാളത്തെ കാര്യം നാളെ. ഇത് ഞാൻ എല്ലായിടത്തും ചോറുണ്ണാനായിട്ട് എടുക്കുന്ന വീഡിയോ എടുത്തതാണ്. ഇത്രയൊന്നും എല്ലാ ദിവസവും ഇത്രയും കറി ഇടുന്ന ആവശ്യമില്ല. ഒന്നാമത് കറി ഒരുപാട് വെച്ചാൽ ഇവിടെ തീരത്തില്ല, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇന്ന് മോളുള്ളതുകൊണ്ട് മോള് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവളും കൂടെ കഴിച്ച് തീർക്കും. അതുകൊണ്ടാണ് ഇത്രയും കറിയൊക്കെ വെച്ചത്. നെത്തോലി വറുത്തത്, ഒരു നെത്തോലി വറുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചാള. എനിക്ക് അത്രയും മതി. അങ്ങനെ എല്ലാവരും ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിച്ച് കാണുമെന്ന് കരുതുന്നു. എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണ് ഇങ്ങനെയൊക്കെയായിരുന്നു. രാവിലെ പൂരിയായിരുന്നു, ഇനി ഉച്ചക്കലത്താണ്. ഇനി വൈകിട്ട് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും